Hello everyone, welcome to day 5 session with English Mirror. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതായത് നമ്മൾ വെർബുകളെ പഠിക്കാൻ പോവുകയാണ്. വെർബുകളെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം, ബട്ട് ഇൻ ഡീറ്റെയിൽ നമ്മൾ കുറച്ചും കൂടി പഠിക്കാൻ പോവുകയാണ്. എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? നമുക്കിവിടെ വെർബ് ഫോംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെർബ് ഫോംസ്, എല്ലാ വെർബിനും 3 രൂപങ്ങളുണ്ടാവും. V1 ഫോം, V2 ഫോം ആൻഡ് V3 ഫോം. നമ്മളുടെ കൺവീനിയൻസിനാണ് നമ്മളിങ്ങനെ ഷോർട്ടാക്കി പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒറിജിനൽ രൂപത്തിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം ആൻഡ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ്. എല്ലാ വെർബുകൾക്കും എന്തുണ്ട്? 3 രൂപങ്ങളുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാ വെർബുകൾക്കും 3 ഫോംസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. നിങ്ങളുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുമല്ലോ ലെക്ചർ നോട്ട്സ്, അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വെർബുകളെല്ലാം എഴുതുക, അതിൻ്റെ ഫോംസും എഴുതി റിപ്പീറ്റ് ആയിട്ട് വായിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് വെർബുകൾ ഒന്നൊന്നായി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഗോ, വെന്റ് ആൻഡ് ഗോൺ. പോകുക എന്ന് നമ്മൾ പറയുന്നതാണ് ഗോ, അല്ലെ? അപ്പോൾ ഐ ഗോ ടു സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ പോകുകയാണ്. അതായത് എന്താണ്? പ്രസന്റ് ഫോമിലാണ് പറയുന്നത്. ആൻഡ് ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ സ്കൂളിൽ പോയി എന്ന് പറയുന്നതാണ് പാസ്റ്റ് ഫോമാണത്. ആൻഡ് ഹി ഹാസ് ഗോൺ ടു സ്കൂൾ, അവൻ സ്കൂളിൽ ഓൾറെഡി പോയി കഴിഞ്ഞു എന്ന് പറയുന്നതാണ്, പാസ്റ്റ് കാണിക്കുന്നതാണ്. പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ പറയുന്നതാണ് നമ്മളത്. ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. ആൻഡ് ദ നെക്സ്റ്റ് വെർബ് ഇസ് ടേക്ക്, ടുക്ക് ആൻഡ് ടേക്കൺ. എടുക്കുക, ടേക്ക് ദ ബുക്ക്, ആ ബുക്ക് എടുക്കുക, ആ ബുക്ക് ഒന്ന് എടുക്കുക. ആൻഡ് ഹി ടുക്ക് ദ ബുക്ക്, അവൻ ആ ബുക്ക് എടുത്തു. പാസ്റ്റ് കാര്യമാണത്, അവൻ ആ ബുക്ക് എടുത്തു. ഷീ ഹാസ് ടേക്കൺ ദ ബുക്ക്, അവൾ ഓൾറെഡി ആ ബുക്ക് എടുത്ത് കഴിഞ്ഞു. പാസ്റ്റ് ടൈംസിൽ അത് കംപ്ലീറ്റ് ആയി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മേക്ക്. മേക്ക്, മെയ്ഡ് ആൻഡ് മെയ്ഡ്. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമുണ്ട്. മേക്ക്, മെയ്ഡ് ആൻഡ് മെയ്ഡ്. മെയ്ഡ് എന്ന് 2 വട്ടം വരുന്നുണ്ട്. V2ഉം V3യും ഫോമും സെയിം ആണ്. അങ്ങനെ ചില വെർബുകൾക്ക് അങ്ങനെ വരാറുണ്ട്. ഓക്കെ, മേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ഐ മേക്ക് ടീ, ഞാൻ ചായ ഉണ്ടാക്കുകയാണ്, അല്ലെ? അത് പ്രസന്റ് ഫോം ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഷീ മെയ്ഡ് ടീ യെസ്റ്റർഡേ, അവൾ ഇന്നലെ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് ദേ ഹാവ് മെയ്ഡ് ടീ, അവർ ഓൾറെഡി ടീ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു. ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വെർബ് ഇസ് നോ. നോ, ന്യൂ ആൻഡ് നോൺ. നോ, ന്യൂ ആൻഡ് നോൺ. ഐ നോ ഹിം, എനിക്ക് അവനെ അറിയാം. പ്രസന്റ് ഫോമിലാണ് പറയുന്നത്. ഐ ന്യൂ ഹിം ഇൻ ദ കോളേജ്. ഐ ന്യൂ ഹിം ഇൻ ദ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് അവനെ കോളേജ് സമയത്ത് അറിയാമായിരുന്നു. പാസ്റ്റ് കാര്യമാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ്. എനിക്ക് അവനെ ഒരുപാട് നാള് കൊണ്ട് അറിയാം എന്ന് പറയുമ്പോഴാണ് ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് തിങ്ക്, തോട്ട്, തോട്ട്. ഇവിടെയും വെർബ് ഫോം 2ഉം വെർബ് ഫോം 3യും സെയിം ആണ്. തോട്ട് എന്ന് വരുന്നു, ചിന്തിക്കുക. ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് എന്ന് പറയുന്നത് പ്രസന്റ് ഫോമിലാണ്, അല്ലെ? ദാറ്റ് ഇസ് തിങ്ക്. ഷീ തോട്ട് അബൌട്ട് ഇറ്റ്, അവൾ അതിനെപ്പറ്റി ചിന്തിച്ചു. And the next one is they have thought of a plan. അവർ ഒരു പ്ലാനിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണോ പറയുന്നത്? അവർ ഒരു പ്ലാനിനെ പറ്റി ഓൾറെഡി ആലോചിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് they have thought about a plan എന്ന് പറയുന്നത്. And that is the past form. And now the verb is say. Say, said. I say hello എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഹലോ പറയുകയാണ്. That is the present form. He said hello, അവൻ പറഞ്ഞു. He said hello. And the last form of the verb is she has said it many times. അവള് ഒരുപാട് വട്ടം ഹലോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് വട്ടം ഹലോ പറഞ്ഞു, പക്ഷെ റെസ്പോൺസ് ഒന്നും ഇല്ല. നമ്മൾ പറയുന്നത് എങ്ങനെയാ? She has said it many times. And next one is do, did and done. Do, did and done. Do എന്ന് പറയുന്നത് ചെയ്യുക. I do my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയാണ്. പ്രസന്റ് കാര്യം പറയുകയാണ്. And the next one is I did my homework. I did, ഞാൻ ചെയ്തു. എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. നമുക്ക് പറയാം, നമ്മളുടെ ഫ്രണ്ട്സ് നമ്മളെ കളിക്കാൻ വിളിക്കാൻ വരുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ പാരൻസിനോട്, മദർ അല്ലെ ഫാദർ, I did my homework. Now can I play and can I go out and play എന്ന് നമുക്ക് പറയാലോ. That is it. And the next one is I have done my homework. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അത് ഒരു പാസ്റ്റ് ടൈമിൽ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. And the next one is get, got. I get a gift. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുന്നത്, കിട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രസന്റ് ആയിട്ട് പറയുന്നതാണ്. I get a gift. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുകയാണ്.
ഐ ഗോട്ട് എ ഗിഫ്റ്റ് പറഞ്ഞാൽ ഐ ഓൾറെഡി ഗോട്ട് എ ഗിഫ്റ്റ് ദാറ്റ് ഐ ഗോട്ട് എ ഗിഫ്റ്റ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ ഗോട്ട് എന്ന് ഉപയോഗിക്കുന്നത്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ. ആൻഡ് ദ നെക്സ്റ്റ് സെന്റൻസ് ഈസ് ഷീ ഹാസ് ഗോട്ട് എ ഗിഫ്റ്റ്. അവൾക്ക് ഓൾറെഡി ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ കാര്യമാണ്. അവളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ആരെങ്കിലും ഒരാൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അത് ഒരുപാട് മുന്നേ കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഗെറ്റ് ഗോട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫോം. ആൻഡ് ദ നെക്സ്റ്റ് വെർബ് ഇസ് ഗീവ്. ഗീവ്, ഗേവ് ആൻഡ് ഗിവൺ. മൂന്ന് ഫോംസും ഡിഫറെൻ്റ് ആണ്. ഗീവ്, ഗേവ് ആൻഡ് ഗിവൺ. കൊടുക്കുക. ഐ ഗീവ് ഹിം മണി. ഞാൻ അവന് മണി കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് എ പ്രസന്റ് ഫോം. നമ്മൾ ഇപ്പൊ പറയും ഐ ആം ഗീവിങ് ഹിം മണി എന്ന് പറയുന്നത് നമ്മളത് കണ്ടിന്യൂസ് ആണ്. ഈ ഗീവിന്റെ കൂടെ ING നമ്മൾ ചേർത്തുന്നേ ഉള്ളൂ. അത് നമുക്ക് അടുത്തൊരു സെഷൻസിൽ നമുക്ക് പഠിക്കാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു വെർബ് ഫോംസ് എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് നോക്കാം. ഐ ഗീവ് മണി എന്ന് പറഞ്ഞാൽ ഞാൻ അവന് മണി കൊടുക്കുകയാണ്. ഓക്കെ. ആൻഡ് ഐ ഗേവ് മണി, ഞാൻ അവന് മണി കൊടുത്തു. ഐ ഹാവ് ഗിവൺ ഹിം മണി, ഞാൻ ഓൾറെഡി അവന് മണി എല്ലാം പേ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അവന് മണി ഞാൻ കടം കൊടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ ഗീവ്, ഗേവ് ആൻഡ് ഗിവൺ ഫോം. And the 10th word is find, found and found. Find എന്ന് പറയുന്നത് കണ്ടെത്തുക. ഐ ഫൈൻഡ് മൈ കീസ്, ഞാൻ എൻ്റെ കീസ് കണ്ടെത്തുകയാണ്. ഇതെന്താണ്, ഇപ്പൊ ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒട്ടും കഴിഞ്ഞു പോയിട്ടില്ല, ഇപ്പൊ നടന്ന ഒരു കാര്യത്തിനെ പറ്റി പറയുന്നതാണ് നമ്മൾ ഐ ഫൈൻഡ് മൈ കീസ്. ഐ ഫൗണ്ട് മൈ കീസ് എന്ന് പറഞ്ഞാലോ, ഞാൻ എൻ്റെ കീസ്, കളഞ്ഞുപോയ കീസ് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഐ ഹാവ് ഫൗണ്ട് മൈ കീസ്. ഞാൻ എൻ്റെ കീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കീസ് കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാ? ഐ ഹാവ് ഫൗണ്ട് മൈ കീസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ വേ ഓഫ് യൂസിങ് ഫൈൻഡ്, ഫൗണ്ട് ആൻഡ് ഫൗണ്ട്. നൗ ദ 11th വേർഡ് ഈസ് കീപ്. കീപ്പ് എന്ന് പറഞ്ഞ വെർബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കീപ്, കെപ്റ്റ്, കെപ്റ്റ്, സൂക്ഷിക്കുക എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ഐ കീപ് മൈ പ്രോമിസ്, ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചു എന്ന് പറയുന്നതാണ് ഐ കീപ് മൈ പ്രോമിസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ഷീ കെപ്റ്റ് ഹെർ പ്രോമിസ്. അവൾ നമ്മൾക്ക് തന്ന വാക്ക് പാലിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദേ ഹാവ് കെപ്റ്റ് ദെയർ പ്രോമിസ്. അവരും നമുക്ക് തന്ന വാക്ക് പാലിച്ചു, അവർ നമ്മളെ ചീറ്റ് ചെയ്തില്ല എന്ന് പറയുന്നതാണ് ദേ ഹാവ് കെപ്റ്റ് മൈ പ്രോമിസ്. ആൻഡ് ദ നെക്സ്റ്റ് വെർബ് ഈസ് ലേൺ. ലേൺഡ്. ലേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക. ഐ ലേൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹി ലേൺഡ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് പഠിച്ചു. നമുക്കതിനെ കുറിച്ച് മോഡിഫൈ ചെയ്ത് പറയാം. ഹി ലേൺഡ് ഇംഗ്ലീഷ് ഫ്രം ഇംഗ്ലീഷ് മിറർ. അവർ ഇംഗ്ലീഷ് മിററിൽ നിന്നാണ് അവൻ ഇംഗ്ലീഷ് പഠിച്ചത്. ഷീ ഹാസ് ലേൺഡ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഷീ ഈസ് എ ഫ്ലുവൻറ്റ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്. ആൻഡ് ദ നെക്സ്റ്റ് വെർബ് ഈസ് ലീവ്, ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ്, പോകുക. ഐ ലീവ് ഏർലി, ഞാൻ നേരത്തെ പോകുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ പോകുകയാണെന്ന് എങ്ങനെയാ പറയുന്നത്? ഐ ലീവ് ഏർലി. ഹി ലെഫ്റ്റ് ഏർലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവൻ നേരത്തെ പോയി. ഹി ലെഫ്റ്റ് ഏർലി, അവൻ നേരത്തെ പോയി. അതൊരു പാസ്റ്റ് കാര്യത്തിനെ പറ്റി പറയാനാണ്. നിങ്ങളുടെ ഫ്രണ്ടോ കൊളീഗോ വന്ന് ചോദിക്കുകയാണ് അവൻ എവിടെയും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഹി ലെഫ്റ്റ് ഏർലി എന്ന് പറയാം. ഓക്കെ. ഷീ ഹാസ് ലെഫ്റ്റ് ഏർലി എന്ന് പറഞ്ഞാൽ അവൾ ഓൾറെഡി പോയി കഴിഞ്ഞു. Got the difference? Hope it is clear. And the next verb is leave. Leave, lived and leaved. അതിനകത്ത് ഈ ലീവും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ലീവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പെല്ലിങ്സിലാണ് വ്യത്യാസം. LEAVE ആയിരുന്നു നമ്മൾ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്തത്. ദിസ് ഈസ് LIVE, live, ജീവിക്കുക. live, lived and lived, ഇതാണ് 3 ഫോംസ്. ഞാൻ എക്സാമ്പിൾസ് നോക്കാം. ഐ ലീവ് ഇൻ കേരള, ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഹി ലീവ്ഡ് ഇൻ ചെന്നൈ, അവൻ ചെന്നൈയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റ് ആണ്. ദേ ഹാവ് ലിവ്ഡ് ഇൻ മുംബൈ, അവര് മുംബൈയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഓൾറെഡി അവർ അവിടെ സെറ്റിൽഡ് ആയിരുന്നു എന്ന് പറയുന്നതാണ് they have lived in Mumbai. And the next word is looked and looked. I look at the stars, ഞാൻ സ്റ്റാർസിനെ നോക്കുകയാണ്. ഇപ്പോൾ ഒരു നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരു പ്രസന്റ് സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത്. ഷീ ലുക്ക്ഡ് അറ്റ് ദ സ്റ്റാർസ്, ലൈക്ക് ഷീ ഈസ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ്, അല്ലെങ്കിൽ അത് എന്താണ്? പ്രസന്റ് ആണ് അല്ലെ. ഇപ്പൊ പാസ്റ്റ് പറയണമെങ്കിൽ എന്താണ്? അവൾ ഷീ ലുക്ക്ഡ് അറ്റ് ദ സ്റ്റാർസ്, അവൾ സ്റ്റാർസിനെ നോക്കിയിരുന്നു, ഇന്നലെ നോക്കി എന്നൊക്കെ പറയുമ്പോൾ ഷീ ലുക്ക്ഡ് അറ്റ് ദ സ്റ്റാർസ്. ദേ ഹാവ് ലുക്ക്ഡ് എവരിവെയർ, അവരെല്ലാവരുടെയും നിന്നെ നോക്കി നടക്കുന്ന കണ്ടല്ലോ, നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുക? ദേ ഹാവ് ലുക്ക്ഡ് യു എവരിവെയർ, വേർ യു നമുക്ക് പറയാം അല്ലെ. അവരെല്ലാവരുടെയും നോക്കിയിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലോസ്റ്റ് ആൻഡ് ലോസ്റ്റ്, നഷ്ടപ്പെടുക എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. ഐ ലോസ് മൈ ഫോൺ,
എന്താണ് നമ്മളുടെ ഫോൺ നഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നഷ്ടപ്പെട്ട ഒരു പ്രസന്റ് മൊമെന്റിലാണ് നഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ലോസ് മൈ ഫോൺ. And the next is he lost his phone. അവന് അവന്റെ ഫോൺ നഷ്ടപ്പെട്ടു. നേരത്തെ കഴിഞ്ഞു പോയ ഓൾറെഡി. His phone is missing. She has lost her phone. അവൾക്ക് അവളുടെ ഫോൺ ഓൾറെഡി കളഞ്ഞു പോയി. കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വീക്കിലോ ഒക്കെ കളഞ്ഞു പോയതിനെ നമ്മൾ പറയുന്നത് she has lost her phone. And the next verb is begin, began and begun. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല, ബട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. റിപ്പീറ്റഡ് റീഡിംഗ് മതി ഇതിന്. ഓക്കെ, ബിഗിൻ, ബിഗാൻ ആൻഡ് ബിഗൺ, തുടങ്ങുക. ഐ ബിഗിൻ മൈ വർക്ക്, ഞാൻ എൻ്റെ വർക്ക് തുടങ്ങുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഐ ബിഗിൻ മൈ വർക്ക്. ഷി ബിഗാൻ ദ പ്രൊജക്ട് യെസ്റ്റർഡേ, ഇന്നലെയാണ് അവൾ ആ പ്രൊജക്റ്റ് തുടങ്ങിയത്, ഇന്നലെയാണ്. അത് പാസ്റ്റ് ആണ് കാണിക്കുന്നത്. ദേ ഹാവ് ബിഗൺ ദ ജേർണി, ദേ ഹാവ് ബിഗൺ, അവർ ഓൾറെഡി യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാ? ദേ ഹാവ് ബിഗൺ ദെയർ ജേർണി. മീറ്റ്, മെറ്റ് ആൻഡ് മെറ്റ്, മീറ്റ്, മെറ്റ് ആൻഡ് മെറ്റ്, കണ്ടുമുട്ടുക. ഐ മീറ്റ് ന്യൂ പീപ്പിൾ, ഞാൻ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ മുട്ടുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? കണ്ടുമുട്ടുകയാണ്. ഐ മീറ്റ് ന്യൂ പീപ്പിൾ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവനെ കണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ അവനെ കണ്ടായിരുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? ഐ മീറ്റ് ഹിം യെസ്റ്റർഡേ. വി ഹാവ് മെറ്റ് ബിഫോർ, ഞങ്ങൾ മുൻപ് എപ്പോഴോ കണ്ടിരുന്നു എന്ന് പറയുന്നത് വി ഹാവ് മെറ്റ് ബിഫോർ. That is the verb meet, met and met. Now the next word for you is pay. Pay, paid, paid, നൽകുക. I pay the bill, ഞാൻ ബില്ല് നൽകുകയാണ്. അതായത് നമ്മൾ പ്രസന്റിലെ പറയുന്ന കാര്യമാണ് അത്. He paid the bill, അവൻ ബിൽ അടച്ചു. They have paid the bill, they already paid the bill. നെക്സ്റ്റ് വേർഡ് ഇസ് പുട്ട്, 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 വെക്കുക. പുട്ട്, പുട്ട്, പുട്ട് എന്നുള്ളത് 3 ഫോംസും ഒരേപോലെ വരുന്ന വെർബാണ്. അങ്ങനെ ചില വെർബ്സ് വരാറുണ്ട്. ഓക്കെ, പുട്ട്, 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 കട്ട്, 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 അതൊക്കെ ഒരേപോലെ ഫോംസ് ഒരേപോലെ വരുന്ന വെർബാണ്. ഐ പുട്ട് ഇറ്റ് ഹിയർ, ഞാൻ ഇവിടെയാണ് വെക്കുന്നത്, ഇവിടെയാണ് ഈ സാധനം വെക്കുന്നതെന്ന് പറയുന്നത് ഐ പുട്ട് ഇറ്റ് ഹിയർ. ഹി പുട്ട് ഇറ്റ് ദെയർ, അതും പാസ്റ്റ് ആണ്, പക്ഷെ സെയിം വേർഡും സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഒക്കെ സെയിം ആണ്. ഷീ ഹാസ് പുട്ട് ഇറ്റ് എവേ, അവൾ അത് ദൂരെ വെച്ചു, ഓൾറെഡി അത് കഴിഞ്ഞ കാര്യമാണ്. ഷീ പുട്ട് ഇറ്റ് എവേ. നെക്സ്റ്റ് വേർഡ് ഇസ് റീഡ്, റെഡ് ആൻഡ് റെഡ്. ഇതിൻ്റെയും 3 ഫോംസും സ്പെല്ലിംഗ് ശരിയാണ്, സ്പെല്ലിംഗ് ഒരേപോലെയാണ്, ബട്ട് പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. റീഡ് ആണ് ആദ്യത്തത്, പിന്നെ റെഡ് ആൻഡ് ദ അതർ വൺ ഈസ് ഓൾസോ റെഡ്. വായിക്കുക, ഐ റീഡ് ബുക്സ്, ഞാൻ ബുക്സ് വായിക്കുകയാണ്, അത് പ്രസന്റ് കാര്യമാണ്. ഷീ റെഡ് എ ബുക്ക് യെസ്റ്റർഡേ, ഇന്നലെ അവൾ ഒരു ബുക്ക് വായിച്ചു. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ദേ ഹാവ് റെഡ് ദ റിപ്പോർട്ട്, അവർ ഓൾറെഡി റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞിട്ടാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തത്. എങ്ങനെയാ പറയുക? ഡോക്ടർ റിപ്പോർട്ട് വായിച്ച ശേഷമാണ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തതെന്ന് എങ്ങനെ പറയുക? ഡോക്ടർ ഹാസ് റെഡ് ദ റിപ്പോർട്ട് ആൻഡ് പ്രിസ്ക്രൈബ്ഡ് ദ മെഡിസിൻ. And the next word is ride, rode and ridden. Next verb is ride, rode and ridden. സവാരി ചെയ്യുക. I ride a bike, ഞാൻ ബൈക്കിലാണ് സവാരി ചെയ്യുന്നത്. I ride a bike. He rode a bike, അവൻ ബൈക്കാണ് ഓടിക്കുന്നത്, അല്ലെ ഓടിച്ചത്, പാസ്റ്റ് ആണ് പറയുന്നത്. She has ridden a bike, അവളൊരു ബൈക്ക് ഓടിച്ചിരുന്നു മുൻപെപ്പോഴോ. And the next word is റൺ, റാൻ ആൻഡ് റൺ. 3 ഫോംസും ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ഫോം റൺ ആണ്, നെക്സ്റ്റ് ഫോം റാൻ ആണ്, എഗെയിൻ റൺ ആണ് വന്നത്. ഓടുക എന്നതാണ് മലയാളം മീനിങ്. ആൻഡ് സെന്റൻസസ് നോക്കാം. ഐ റൺ എവറി ഡേ, ഐ റൺ എവറി, ഞാൻ ഇന്നും ഓടും അല്ലെ ഓടുകയാണ് ചെയ്യുന്നത്. എൻ്റെ എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ ഇന്നും ഓടുകയാണ് ചെയ്യുന്നത്. ഹി റാൻ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ഓടി, ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ദേ ഹാവ് റൺ എ മാരത്തോൺ, അവരൊരു മാരത്തോൺ ഓടിയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ 25 വേർഡ്സ് തന്നു. അതൊരു സെറ്റാണ്. നിങ്ങളത് നന്നായിട്ട് വായിച്ച് നല്ല മൈൻഡിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ് വെർബ് ഫോംസ് അറിയുന്നത്, സോ ദാറ്റ് യു ക്യാൻ കൺസ്ട്രക്ട് സെൻറ്റൻസസ് ഈസിലി. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു 25 വേർഡ്സും കൂടി തരാം. യു ക്യാൻ ലിസൺ ടു ദാറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് വർക്ക്. വർക്ക്ഡ്, ജോലി ചെയ്യുക. ഐ വർക്ക് ഫ്രം ഹോം. ഇപ്പൊ പലർക്കും എന്താണ് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷനാണ് അല്ലേ. സോ എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? യു ക്യാൻ ടെൽ ഐ വർക്ക് ഫ്രം ഹോം. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് നെക്സ്റ്റ് സെന്റൻസസ് ഷീ വർക്ക്ഡ് ലേറ്റ്. അവള് എന്താണ് ജോലി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതൊരു പാസ്റ്റ് ആണ് അല്ലെ. വർക്കിന്റെ കൂടെ ED വന്നപ്പോൾ അത് പാസ്റ്റ് ആയി. They have worked hard, അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് സക്സസ് കിട്ടിയത്. എങ്ങനെയാ പറയുന്നത്? They have worked hard, that is the reason for their success. Hope it's fine. And the next word is study.
സ്റ്റഡീഡ് പഠിക്കുക. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ എന്താണ് ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇപ്പൊ പ്രസന്റ് കാര്യമാണ് പറയുന്നത്. ഈ സ്റ്റഡീഡ് ഫ്രഞ്ച്. അവൻ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ഷീ ഹാസ് സ്റ്റഡീഡ് മെഡിസിൻ. അവൾ എന്താണ് MBBS ആണ്, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ഫീൽഡാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ഷീ ഹാസ് സ്റ്റഡീഡ് മെഡിസിൻ. Then now the next verb is play, played and played. കളിക്കുക. I play football. ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? I play football. He played cricket. കളിച്ചിരുന്നു. He played cricket. They have played well. അവർ നന്നായിട്ട് മാച്ച് കളിച്ചു അല്ലെങ്കിൽ ഗെയിം കളിച്ചു, പക്ഷെ അവർക്ക് സക്സസ് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ ജയിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? They have played well but they lost in the match. And the next word is sing, sang and sung. പാടുക. ഐ സിങ് എ സോങ്. ഞാനൊരു പാട്ട് പാടുകയാണ്. ഷീ സാങ് ബ്യൂട്ടിഫുൾ. അവൾ നന്നായി പാടി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദേ ഹാവ് സങ് ടുഗെദർ. അവർ ഒന്നിച്ചാണ് പാട്ട് പാടിയത്. അതും പാസ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. Now the next verb is dance, danced, dance. നൃത്തം ചെയ്യുക. I dance daily. നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, നമ്മൾ എന്നും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രസന്റിലാണ് പറയുന്നത്. ഓക്കെ. I dance daily. And the next sentence is he danced last night. അവൻ ഇന്നലെ രാത്രി ഭയങ്കര ഡാൻസ് ആയിരുന്നു എന്നെങ്ങനെ പറയുന്നത്? He danced last night. They have danced on stage. അവര് സ്റ്റേജിലായിരുന്നു ഡാൻസ് ചെയ്തത് എന്നാണ് അതിന്റെ മീനിങ്. Now the next word is, and the verb is swim, swam and swum. വളരെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ് ആയിട്ടുണ്ടല്ലേ? Swim, swam and swum. നീന്തുക. ഐ സ്വിം ഇൻ എ പൂൾ ഓർ ഐ സ്വിം ഇൻ ദ പൂൾ. നീന്തുക. ഞാൻ പൂളിലാണ് നീന്തുന്നത്. ഇറ്റ് ഈസ് എ പ്രസന്റ് ഫോം ഓഫ് ദ വെർബ്. ഷീ സ്വാം യെസ്റ്റർഡേ. അവൾ ഇന്നലെ എന്താണ് നീന്തി കുളത്തിൽ, അല്ലെങ്കിൽ അവൾ ഇന്നലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തി എന്ന് പറയുന്നത് എങ്ങനെയാ? ഷീ സ്വാം യെസ്റ്റർഡേ. ദേ ഹാവ് സ്വം ഇൻ ദ റിവർ. അവര് റിവറിൽ നീന്തി. ഒരിക്കൽ നടന്ന കാര്യം പറയുമ്പോഴാണ് ദേ ഹാവ് സ്വം ഇൻ ദ റിവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ verb swim, swam and swum. And the next word is fly, flew and flown. പറക്കുക. I fly to Delhi. ഞാൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ കയറി പോയി എന്ന് പറയുന്നതാണ് I fly to Delhi എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ വിമാനത്തിൽ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂസേജ്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് യൂസേജ്. നോ, I fly to Delhi. നമുക്ക് വിമാനത്തിൽ പോയി എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പകരം I fly to Delhi എന്ന് പറയാം. ഓക്കെ. അതിപ്പം സൗദി ആണെങ്കിൽ I fly to Saudi, I fly to Dubai, I fly to Mumbai എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. He flew last night. ഇന്നലെയാണ് അവൻ പോയത്. അവൻ എന്ത് ചെയ്തത്? അവിടേക്ക് പോയത്, അല്ലെങ്കിൽ അവൻ ഗൾഫിൽ പോയതെന്ന് എങ്ങനെയാണെന്ന് പറയാം? He flew to Saudi last night എന്ന് പറയാം. നമുക്ക് വെറുതെ ഫ്ലൈറ്റ് എടുത്തു, എയർപോർട്ടിൽ പോയി എന്നൊക്കെ പറയുന്നതിന് പകരം He flew to Saudi last night എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഓക്കെ. And the next sentence is she has flown many times. അവൾ ഒരുപാട് വട്ടം പറന്നിട്ടുണ്ട്. അതായത് ഫ്ലൈറ്റിൽ പോകുന്നതൊക്കെ കാര്യം തന്നെ പറയാം, അല്ലെങ്കിൽ എന്താണ് ലിറ്ററലി ഇത് പറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ. ഷി ഹാസ് ഫ്ലോൺ മെനി ടൈംസ്. അവൾ ഒരുപാട് വട്ടം പറന്നിട്ടുണ്ട്, ഫ്ലൈറ്റിൽ പറന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ കാഷ്വലായി പറയുന്നതാണ് ഷി ഹാസ് ഫ്ലോൺ മെനി ടൈംസ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Now the next word is drive. Drive, drove and driven. Drive, drove and driven. ഓടിക്കുക. I drive to work. I drive to work. ഞാൻ ഓടിച്ചാണ് വർക്കിൽ പോകുന്നത് എന്ന് പറയുന്നത് എന്താ? പ്രസന്റ് ഫോം ആണ് I drive to work. He drove to Chennai. അവൻ ചെന്നൈയിലേക്ക് ഓടിച്ചു പോയി. She has driven across India. അവൾ എന്താണ് ലോകം മൊത്തം പോയി കണ്ടിട്ടുണ്ട്, ഓടിച്ചു പോയി കണ്ടിട്ട്. അതായത് ലോകം മൊത്തം പോയിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ മറ്റൊരു യൂസേജ് ആണ് ഇത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് വാക്ക്, വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ്. നടക്കുക. I walk every day. ഞാൻ ദിവസവും നടക്കും. He walked to school. അവൻ നടന്നാണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ he walked, അവൻ നടന്നു പോയി, പാസ്റ്റ് ആണത്. They have walked for miles. അവർ ഒരുപാട് നടന്നിട്ടുണ്ട്. ബ്രേക്ക്, ബ്രോക്ക് ആൻഡ് ബ്രോക്കൺ. പൊട്ടുക. I break the glass. ഞാൻ എന്ത് ചെയ്തു? ഗ്ലാസ് പൊട്ടിച്ചു. ഇപ്പൊ പ്രസന്റ് കാര്യമാണ്. He broke the vase. അവൻ ഒരു ഗ്ലാസ് പൊട്ടിച്ച് കളഞ്ഞു. ബ്രേക്കിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക്. He has broken her phone. അവളുടെ ഫോൺ പൊട്ടിച്ചു കളഞ്ഞു. അത് ഇനി ഇല്ല, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. പൊട്ടിച്ചായിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ജംപ്, ജംപ്ഡ് ആൻഡ് ജംപ്ഡ്. I jump high. ഞാൻ നല്ല ഉയരത്തിലാണ് ചാടുന്നത്. He jumped over the wall. അവൻ വാളിന്റെ
വോള് കടന്നു, അല്ലെങ്കിൽ വോളിന് അപ്പുറത്തേക്ക് ചാടി എന്ന് പറയുന്നത് എങ്ങനെയാ? ഹി ജംപ്ഡ് ഓവർ ദ വാൾ. ദേ ഹാവ് ജംപ്ഡ് ഇൻ ടു ദ പൂൾ. അവര് പൂളിലേക്ക് എടുത്തു ചാടി. സിറ്റ്, സാറ്റ്, സാറ്റ്. ഇതിലും രണ്ട് ഫോംസ് സെയിം ആണ്. സാറ്റ്, സാറ്റ് ഇരിക്കുക. ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? പ്രസന്റ് ആണ് അല്ലേ? ഷീ സാറ്റ് ദെയർ, അവൾ അവിടെ ഇരുന്നു. ദേ ഹാവ് സാറ്റ് ടുഗദർ, അവർ ഒന്നിച്ചാണ് ഇരുന്നത്. അന്ന് ഒരിക്കൽ അവർ ഒന്നിച്ചാണ് ഇരുന്നത്. അതാണ് പാസ്റ്റ് ഫോം. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് സ്റ്റാൻഡ്, സ്റ്റുഡ് ആൻഡ് സ്റ്റുഡ്. നിൽക്കുക. ഐ സ്റ്റാൻഡ് ടോൾ. ഞാനാണ് അവരിലും നീളമുള്ള ആളെന്ന് പറയുന്നത് എങ്ങനെ? സ്റ്റാൻഡ് ടോൾ. എനിക്കാണ് ഏറ്റവും നീളമുള്ളത്. ഹി സ്റ്റുഡ് അറ്റ് ദ ഡോർ. അവൻ എന്താണ് ഡോറിന്റെ അടുത്ത് നിന്നു എങ്ങനെയാ പറയുന്നത്? ഹി സ്റ്റുഡ് അറ്റ് ദ ഡോർ. ദേ ഹാവ് സ്റ്റുഡ് ഇൻ എ ലൈൻ. അവര് മീറ്റിംഗിൽ അല്ലെങ്കിൽ അവര് അസംബ്ലിയിൽ ലൈനിലാണ് നിന്നിരുന്നത്. ദേ ഹാവ് സ്റ്റുഡ് ഇൻ ദ ലൈൻ. ലൈ, ലേ ആൻഡ് ലെയിൻ. കിടക്കുക. ഐ ലൈ ഓൺ ദ ബെഡ്. ഞാൻ ബെഡിലാണ് കിടക്കുന്നത്. പ്രസന്റ് ആണ്. ദേ ലേ, ഹി ലേ ഓൺ ദ ഗ്രാസ്. അവൻ ഗ്രാസിലാണ് കിടന്നത്. അവൻ പിക്നിക്കിന് പോയപ്പോ അവൻ ഗ്രാസിലാണ് കിടന്നതെന്ന് പറയുന്നത് എങ്ങനെയാ? ഹി ലേ ഓൺ ദ ഗ്രാസ്. ലൈ, ലേ ആൻഡ് ലെയിൻ. They have lain there for hours. They have lain there for hours. അവര് എന്താണ് ഒരുപാട് നേരം അവിടെ കിടന്നു. ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ കിടന്നു. സ്ലീപ്, സ്ലെപ്റ്റ് ആൻഡ് സ്ലെപ്റ്റ്. ഉറങ്ങുക. ഐ സ്ലീപ് വെൽ. ഞാൻ നന്നായിട്ട് ഉറങ്ങി. അതിൽ നന്നായിട്ട് ഇപ്പൊ ഉറങ്ങി എന്ന് പറയുന്നത് എങ്ങനെയാ? ഐ സ്ലീപ് വെൽ. ഷീ സ്ലെപ്റ്റ് ഏർലി. അവൾ നേരത്തെ ഉറങ്ങിയിരുന്നു. ദേ ഹാവ് സ്ലെപ്റ്റ് ഇനഫ്. അവർ നന്നായിട്ട് ഉറങ്ങിയിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാ? അത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ദേ ഹാവ് സ്ലെപ്റ്റ് ഇനഫ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ആണ് അടുത്ത വെർബ് ഫോം. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഐ ഡ്രിങ്ക് വാട്ടർ. ഞാൻ വെള്ളമാണ് കുടിക്കുന്നത്. ദാറ്റ് ഇസ് എ പ്രസന്റ് ഫോം. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ പറയുന്നതാണ് അത്. ഹി ഡ്രാങ്ക് ജ്യൂസ്. അവൻ ജ്യൂസ് ആണ് കുടിച്ചത്. ദേ ഹാവ് ഡ്രങ്ക് മിൽക്ക്. അവര് മിൽക്ക് കുടിച്ചിട്ടാണ് പോയതെന്ന് എങ്ങനെ പറയാം? ദേ ഹാവ് ഡ്രങ്ക് മിൽക്ക് ആൻഡ് വെന്റ്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് സീ, സോ ആൻഡ് സീൻ. കാണുക. ഐ സീ ദ സ്കൈ. ഞാൻ കാണുന്നത് സ്കൈ ആണ്. ഷീ സോ എ റെയിൻബോ. ഇന്നലെ മഴ പെയ്തപ്പോൾ അവളൊരു റെയിൻബോ കണ്ടു എന്ന് എങ്ങനെയാ പറയുന്നത്? ഷീ സോ എ റെയിൻബോ വെൻ ഇറ്റ് റെയിൻഡ്. ദേ ഹാവ് സീൻ ദ മൂവി. അവർ മൂവി കണ്ടു. ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ്, വെൻ ദ നെക്സ്റ്റ് വെർബ് ഇസ് ഹിയർ, ഹേർഡ് ആൻഡ് ഹേർഡ്. കേൾക്കുക. ഐ ഹിയർ മ്യൂസിക്. ഞാൻ മ്യൂസിക് ആണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ പ്രസന്റിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളോട് ചോദിക്കുന്നത് എന്ത് ചെയ്യുക? ഐ ഹിയർ മ്യൂസിക് എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഹി ഹേർഡ് ദി ന്യൂസ്. അവൻ ആ ന്യൂസ് അറിഞ്ഞു. അവന്റെ ചെവിയിലെത്തിയ ന്യൂസ്. വി ഹാവ് ഹേർഡ് എവറിത്തിങ്. അവര് എല്ലാം കേട്ടു. അത് സംതിങ് എന്തെങ്കിലും കാര്യം നമ്മൾ സീക്രട്ടായി ചെയ്യുകയാണല്ലേ പറയുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ദേ ഹാവ് ഹേർഡ് എവറിത്തിങ്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്പ്, ഹെൽപ്ഡ് ആൻഡ് ഹെൽപ്ഡ്. സഹായിക്കുക. ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സഹായിച്ചു. അല്ലെങ്കിൽ ഈ പ്രസന്റിൽ സഹായിച്ചു. ഹി ഹെൽപ്ഡ് അല്ലെങ്കിൽ ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കുകയാണ്. അതായത് പ്രസന്റിൽ നടക്കുന്ന ഐ ഹെൽപ്പ് മൈ, വാട്ട് ആർ യു ഡൂയിങ്? ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട് ഓർ ഐ ആം ഹെൽപ്പിംഗ് മൈ ഫ്രണ്ട് എന്ന് പ്രസന്റ് കണ്ടിന്യൂസ്ലി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പറയും. ഓക്കെ. ഹി ഹെൽപ്ഡ് മീ. അവനെന്നെ സഹായിച്ചായിരുന്നു. ദേ ഹാവ് ഹെൽപ്ഡ് എ ലോട്ട്. അവർ ഒരുപാട് ഞങ്ങളെ സഹായിച്ചായിരുന്നു. ഞങ്ങളുടെ കഷ്ടകാലത്തിൽ അവർ ഞങ്ങളെ ഒരുപാട് സഹായിച്ചായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദേ ഹാവ് ഹെൽപ്ഡ് എ ലോട്ട്. ദ നെക്സ്റ്റ് വേർഡ് ഇസ് ചൂസ്, ചോസ് ആൻഡ് ചോസൻ. തിരഞ്ഞെടുക്കുക. ഐ ചൂസ് എ ബുക്ക്. ഞാൻ ഈ ബുക്കാണ് തിരഞ്ഞെടുത്തത്. ഷീ ചോസ് എ ഡ്രസ്. അവൾ ആ ഡ്രസ്സാണ് തിരഞ്ഞെടുത്തത്. ദേ ഹാവ് ചോസൻ ദ ബെസ്റ്റ് ഓപ്ഷൻ. അവർ ഇതുവരെയുള്ളതിലും അടിപൊളി ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. fall, fell and fallen is the next verb. വീഴുക. I fall from the chair. ഞാൻ കസേരയിൽ നിന്ന് വീഴുകയാണ് ചെയ്തത്. ആ സമയത്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം പറയുക. ഐ fall from the chair when I was talking to my friend. ഇപ്പൊ എന്താ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ കസേരയിൽ നിന്ന് വീണു. ഹി ഫെൽ ഓഫ് ദ ബൈക്ക്. ഞാൻ ബൈക്കിൽ നിന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് ഉരുണ്ട് വീണു. She has fallen asleep. അവൾ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു എന്നാണ്, ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞു എന്ന് പറയുകയാണ്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഫീൽ, ഫെൽറ്റ് ആൻഡ് ഫെൽറ്റ്. തോന്നുക. ഐ ഫീൽ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പ്രസന്റ് ആണത്. ഹി ഫെൽറ്റ് സാഡ് യെസ്റ്റർഡേ. ഇന്നലെ അവന് കുറച്ച് സങ്കടം വന്നു. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് ദേ ഹാവ് ഫെൽറ്റ് ദ പെയിൻ. അവർക്ക് ഒരു വേദന തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വേദനിച്ചു എന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് ഫെൽറ്റ്. And the last 50th word is hold, held and held. പിടിക്കുക. I hold the baby. ഞാൻ
കുട്ടിയെ പിടിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഹോൾഡ് ദ ബേബി. ഞാൻ കുട്ടിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നത് എങ്ങനെയാ? ഹോൾഡ് ദ ബേബി. ഷി ഹെൽഡ് ദ അംബ്രല. എന്താ അത്? അവൾ ആ സമയത്ത് അല്ലെങ്കിൽ മഴ പെയ്തപ്പോൾ അവൾ എന്ത് ചെയ്തു? ഷി ഹെൽഡ് ദ അംബ്രല. ദാറ്റ് ഈസ് ദ മീനിങ്. ഹി ഹാസ് ഹെൽഡ് ദ പൊസിഷൻ ഫോർ ഇയേഴ്സ്. അവൻ ആ ഒരു പൊസിഷൻ ഒരുപാട് വർഷം കൊണ്ട് ഇങ്ങനെ എന്താണ് അലങ്കരിച്ചുകൊണ്ട്, അവൻ്റെ മേലിൽ അലങ്കരിച്ചുകൊണ്ട് വരികയാണ്. അവനാണ് ആ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. ദീസ് ആർ ദ 50 words for you. You can read it again and again, understand what is the meaning, and you can use it in your daily conversation and writing also.